അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ HSM സ്കോളർഷിപ്പിൻ്റെ പുതിയൊരു ക്ലാസ്സിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ചത്തോളമായി എഡ്യൂഫേസ് നിങ്ങൾക്ക് നൽകുന്ന സൗജന്യ ക്ലാസ്സിൻ്റെ 7ാമത്തെ ക്ലാസ്സാണ് നമ്മൾ നടത്തുന്നത്. അപ്പം നമ്മുടെ സിലബസിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടിയിട്ടുള്ള റമളാനും നോമ്പുകളും എന്ന പുസ്തകം, മദ്രസ പാഠപുസ്തകങ്ങൾ, സ്കൂൾ ടെക്സ്റ്റുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള GK എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് സമസ്തയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നൽകുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അക്കീദയാണ്. 4ാം ക്ലാസ്സിലെ അക്കീദയാണ്. അപ്പോൾ 3ാം ക്ലാസ്സിലെ എല്ലാ പാഠപുസ്തകങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും മറ്റ് ക്ലാസ്സുകൾ കേൾക്കുക. അതുപോലെ തന്നെ 3 ദിവസം കൂടുമ്പോൾ നമ്മൾ മോഡൽ എക്സാമുകൾ നടത്താറുണ്ട്. അത് നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലുമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അക്കീദയിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ കാണുന്നുണ്ടെന്ന ബോധത്തോടെ അവനെ കാണുന്നത് പോലെ ആരാധിക്കലാണ് എന്ത് എന്നതാണ്. അതായത് നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ല, അല്ലേ? കാണുന്നില്ല, നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലല്ലോ. പക്ഷെ അങ്ങനെ കാണുന്നില്ലെങ്കിലും അവൻ കാണുന്നുണ്ട്, അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ, നമ്മൾ അള്ളാഹിനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഇങ്ങോട്ട് അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടെ അവനെ കാണുന്നത് പോലെ. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ കാണുന്നത് പോലെ, നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ല, അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്, എന്നാലും നമ്മൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കലാണ് എന്ത്? ഇഹ്സാൻ എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്, നമ്മൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ ആരാധിക്കലാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികൾക്കും ദീൻ പഠിപ്പിക്കാൻ മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് ഏതാണ്? അപ്പം 4ാം ക്ലാസ്സിൽ അക്കീദയിൽ 1ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്, അല്ലേ? ഈമാന്, അതുപോലെ തന്നെ ഇസ്ലാം, ഇഹ്സാൻ, ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ഒരു മലക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ മലക്ക് ഏതാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികൾക്കും ദീൻ പഠിപ്പിക്കാൻ മനുഷ്യരൂപത്തിൽ വന്ന മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അള്ളാഹു എന്തിലെല്ലാം ഏകനാണ്? അപ്പോൾ അള്ളാഹു എന്തിലൊക്കെയാണ് ഏകൻ? ദാത്തിലും സിഫാത്തിലും അഫ്ആലിലുമാണ്, അല്ലെ? ദാത്ത് അവൻ്റെ സത്തയിലും അവൻ്റെ വിശേഷണങ്ങളിലും അവൻ്റെ പ്രവൃത്തികളിലും അവൻ ഏകനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാത്ത് പോലുള്ള ദാത്ത് വേറെ ഉണ്ടാവില്ല, അള്ളാഹുവിൻ്റെ സത്ത പോലുള്ള ഒരു സത്ത മറ്റൊന്നുണ്ടാവില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, ഇപ്പോൾ മനുഷ്യർക്ക് അള്ളാഹുവിനുള്ള കുറേ വിശേഷണങ്ങൾ നമുക്കുണ്ട്, അല്ലെ? അള്ളാഹു കാണുന്നവനാണ്, നമ്മളും കാണുന്നവനാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ കാഴ്ച എന്ന് പറയുന്നതും നമ്മുടെ കാഴ്ച എന്ന് പറയുന്നതും വ്യത്യാസമാണ്, അല്ലേ? അപ്പോൾ ദാത്തിൽ പിന്നെ ഏകനാണ് അള്ളാഹു, സിഫാത്തിൽ ഏകനാണ്, അതുപോലെ തന്നെ അഫ്ആലിലും അള്ളാഹു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രവൃത്തി പോലെയല്ല അള്ളാഹുവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും അള്ളാഹു ഏകനാണ്. പരമമായ താഴ്മ കാണിക്കാൻ അർഹൻ ആരാണ്? അതായത് നമ്മുടെ ഏറ്റവും പരമമായ താഴ്മ, നമുക്ക് കഴിയുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ താഴ്മ നമുക്ക് ആരോടാണ് കാണിക്കാൻ അർഹതയുള്ളത്? അഥവാ നമ്മുടെ അങ്ങേയറ്റത്തെ താഴ്മ സ്വീകരിക്കാൻ അർഹതയുള്ളത് ആർക്കാണ്? അള്ളാഹുവിനാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ താഴ്മ കാണിക്കേണ്ടത് അഥവാ ആരാധന നിർവഹിക്കേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോട്. അപ്പോൾ പരമമായ താഴ്മ കാണിക്കാൻ അർഹൻ ആരാണ്? അള്ളാഹുവാണ്. അതായത് മനുഷ്യർ ആർക്കാണ് പരമമായ താഴ്മ കാണിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനാണ്. പരമമായ താഴ്മക്ക് പറയുന്നത് എന്താണ്? ഇബാദത്ത് എന്നാണ് പറയുക. അപ്പം മനുഷ്യൻ കാണിക്കുന്ന പരമമായ താഴ്മയാണ് എന്ത് പറയാം? ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പരമമായ താഴ്മക്ക് പറയുന്നത് എന്താണ്? ഇബാദത്ത് എന്നാണ് പറയുന്നത്. ആരാധിക്കപ്പെടുന്നവൻ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനും പങ്കുകാർ ഇല്ലാത്തവനുമാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം ആരാധന അള്ളാഹുവിന് മാത്രം എന്ന് വിശ്വസിക്കുന്നതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞ ആരാധിക്കപ്പെടുന്നവൻ അഥവാ നമ്മൾ ആരാധിക്കുന്ന അള്ളാഹു ദാത്തിലും, അപ്പോൾ അവൻ്റെ സത്ത, അവൻ്റെ രൂപം പോലെ മറ്റൊരാൾക്ക് രൂപമില്ല, ദാത്തിൽ അവൻ ഏകനാണ്. സിഫാത്തിൽ അള്ളാഹുവിന് വിശേഷണങ്ങളുണ്ടല്ലോ, അല്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പോലെ തന്നെയുള്ള വിശേഷണമുള്ളവർ മറ്റാരുമില്ല. അപ്പോൾ അള്ളാഹു കാരുണ്യവാനാണ്, കരുണ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷെ അത് അള്ളാഹുവിൻ്റെ കാരുണ്യം പോലെയല്ല മനുഷ്യരുടെ കാരുണ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതേപോലെയല്ല മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനും
പങ്കുകാർ ഇല്ലാത്തവനുമാണെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം, അതിലൊക്കെ അള്ളാഹു ഏകനാണ് അഥവാ പങ്കുകാരനില്ല, അങ്ങനെ വിശ്വസിക്കുന്നതോടൊപ്പം ആരാധന അള്ളാഹുവിന് മാത്രമാണ് ആരാധന പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നതിനെയാണ് എന്ത് പറയുക? തൗഹീദ് എന്ന് പറയുക. തൗഹീദിൻ്റെ കലിമ ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് തൗഹീദിൻ്റെ കലിമ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് തൗഹീദിൻ്റെ കലിമ. തൗഹീദിൻ്റെ വിപരീതം എന്താണ്? ഷിർക്കാണ് തൗഹീദിൻ്റെ വിപരീതം. മറ്റെന്ത് പുറത്താലും അള്ളാഹു പൊറുക്കാത്തത് എന്താണ്? ഷിർക്കാണ്. എന്ത് പുറത്താലും അള്ളാഹു പൊറുക്കാത്തത് ഷിർക്കാണ്. അള്ളാഹുവിന് മുസ്തഹീലായ സിഫത്തുകളുടെ എണ്ണം എത്രയാണ്? 20ആണ്. നമ്മൾ കഴിഞ്ഞ മദ്രസ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ്സിൽ അമ്പിയാക്കൾക്ക് വാജിബായതും മുസ്തഹീലായതും ജായിദായിട്ടുള്ള സിഫത്തുകളൊക്കെ പറഞ്ഞു അല്ലേ? 4 വാജിബായ സിഫത്തുകൾ, 4 മുസ്തഹീലായ സിഫത്തുകൾ, 1 ജായിദായ സിഫത്ത് അല്ലേ? അതൊന്നും ഇവിടെ വീണ്ടും വിശദീകരിക്കുന്നില്ല. അപ്പം അള്ളാഹുവിന് മുസ്തഹീലായ സിഫത്തുകൾ, ഉണ്ടാകാൻ പാടില്ലാത്ത വിശേഷണങ്ങൾക്കാണ് മുസ്തഹീലായ സിഫത്ത് എന്ന് പറയാം. അതെത്രയാണ്? 20ആണ്. അള്ളാഹുവിന് മുസ്തഹീലായ സിഫത്തുകൾ 20, അള്ളാഹുവിന് വാജിബായ സിഫത്തുകൾ, ഒരു ദൈവം അല്ലേ, നമ്മൾ ആരാധിക്കുന്ന ഒരു ദൈവം ആയിട്ട് നമ്മൾ ഒരാളെ ആരാധിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും കുറേ കാര്യങ്ങൾ ഉണ്ടാവണ്ടേ? അപ്പോൾ അള്ളാഹുവിന് വാജിബായ സിഫത്തുകൾ എത്രയാണ്? 20ആണ്. ആ 20 വിപരീതമായിട്ടുള്ള 20 മുസ്തഹീലായ സിഫത്തുകളും. അള്ളാഹുവിന് ജായിസായ സിഫത്തുകളുടെ എണ്ണം എത്രയാണ്? 1ആണ്. അപ്പോൾ ജായിസായ സിഫത്തുകളുടെ കാര്യം അള്ളാഹുവിന് 1ആണ്, അമ്പിയാക്കൾക്കും 1ആണ്. ഇനി വാജിബായ സിഫത്തുകളുടെ നേരെ മാറ്റമാണ്, അതിൻ്റെ നേരെ വിപരീതമാണ് എന്ത്? മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വാജിബായ സിഫത്തുകളുടെ നേരെ വിപരീതത്തെയാണ്, നേരെ മാറ്റത്തെയാണ് എന്ത് പറയുക? മുസ്തഹീലായ സിഫത്ത് എന്ന് പറയാം. ഇത് നമ്മൾ അമ്പിയാക്കളുടെ കാര്യത്തിലും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാജിബായ സിഫത്തിൻ്റെ വിപരീതമാണ് മുസ്തഹീലായ സിഫത്ത്. അമ്പിയാക്കളുടെ ഓരോ വാജിബായ സിഫത്തും അതിൻ്റെ മുസ്തഹീലായ, അതിൻ്റെ വിപരീത സിഫത്തുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് അവിടുന്ന് ചോദ്യം വന്നിട്ടുണ്ട് എന്നും പറഞ്ഞു. ഈ അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത് ഏതാണ്? ഉണ്ടാകാവുന്ന ഏത് കാര്യവും പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യലാണ്. ഉണ്ടാകാവുന്ന ഒരു കാര്യം, ഇപ്പം മഴ പെയ്യുക അല്ലേ, ഇങ്ങനെ ഉണ്ടാകാവുന്ന ഒരു കാര്യം വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇതൊക്കെ അള്ളാഹുവിന് എന്താണ്? ജായിസായ സിഫത്താണ്. അത് നിർബന്ധമായും ചെയ്യണം എന്നില്ല, അത് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല അല്ലേ? അപ്പം ഉണ്ടാകാൻ പറ്റുന്ന ഏത് കാര്യവും പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയൊക്കെ അള്ളാഹുവിന് അവൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക സൃഷ്ടികൾ ആരാണ്? മലക്കുകളാണ് അല്ലേ? എല്ലാവർക്കും അറിയാം, പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ എന്ന് പറയുന്നത്. മലക്കുകൾ പ്രത്യക്ഷപ്പെടാത്ത രൂപം ഏതാണ്? നായ, പന്നി എന്നിവയുടെ രൂപത്തിലാണ്. അപ്പം നായയുടെയും പന്നിയുടെയും രൂപത്തിലാണ് മലക്കുകൾ പ്രത്യക്ഷപ്പെടാത്തത്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ രൂപത്തിൽ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥ രൂപത്തിൽ 2 പ്രാവശ്യമാണ് കണ്ടിട്ടുള്ളത്. ഇനി എവിടെയെല്ലാം വെച്ചാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുള്ളത്? ഹിറാ ഗുഹയിൽ വെച്ചും അതുപോലെ തന്നെ സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചുമാണ്. അഥവാ 2 സ്ഥലത്ത് വെച്ചിട്ടാണ്, 2 സന്ദർഭത്തിലാണ്, 2 തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെയാണ് 2 തവണ? ഒന്ന് ഹിറാ ഗുഹയിൽ വെച്ചിട്ടാണ്, രണ്ടാമത് സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചിട്ടാണ്. ഹിറാ ഗുഹയിൽ വെച്ചിട്ട് അതുപോലെ തന്നെ സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചിട്ടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനെ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളത്. ഈ അർശിനെ ചുമക്കുന്ന മലക്കുകൾ ആരാണ്? ഹമലത്തുൽ അർഷ് എന്നാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ അർഷ് ഉണ്ട്, അർഷിനെ ചുമക്കുന്ന മലക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ തരുമ്പോൾ അർഷ് എന്ന് ഉള്ളതാണ് എന്ത്? അർഷിനെ ചുമക്കുന്ന മലക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അർഷിനെ ചുമക്കുന്ന മലക്കുകൾ ആരാണ്? ഹമലത്തുൽ അർഷ് എന്നാണ് ഈ അർഷിനെ ചുമക്കുന്ന മലക്കുകൾ അറിയപ്പെടുന്നത്. അർഷിനെ ചുറ്റുന്ന മലക്കുകൾ ആരാണ്? ഹാഫൂൻ എന്ന പേരിലാണ് അർഷിനെ ചുറ്റുന്ന മലക്കുകൾ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് അർഷിനെ ചുറ്റുന്ന മലക്കുകളുടെ പേര്? ഹാഫൂൻ എന്നാണ് അർഷിനെ ചുറ്റുന്ന മലക്കുകളുടെ പേര്, ഹാഫൂൻ. ഇനി ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും പകർത്തി എഴുതുന്ന മലക്കുകളുടെ പേരാണ് സഫറത്ത്. സഫറത്ത് എന്നു പേരുള്ള മലക്കുകളാണ് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും പകർത്തി എഴുതുന്നത്. പിന്നെ ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്ന മലക്കുകളാണ് ഹഫലത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ പേരെടുത്ത് പഠിച്ച 10 മലക്കുകളുണ്ട് അല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം എന്ന് തുടങ്ങിയിട്ട്. അതുകൂടാതെ ഒരു പ്രത്യേക വിഭാഗം മലക്കുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടെ പറയാം. അപ്പോൾ അർഷിനെ ചുറ്റുന്ന മലക്കുകളുടെ പേര് ഹമലത്തുൽ അർഷ്,
അർഷിനെ ചുറ്റുന്ന, വഹിക്കുന്നവർ ഹമലത്ത്, മനസ്സിലായോ? ഹമലത്തുൽ അർഷ്, അർഷിനെ വഹിക്കുന്നവർ. ഇനി അർഷിനെ ചുറ്റുന്നവരാണെങ്കിൽ ഹാഫൂൻ. പിന്നെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും പകർത്തി എഴുതുന്നവരാരാണ്? സഫറത്ത്. ആപത്തുകളിൽ നിന്നും മനുഷ്യരെ കാക്കുന്നവരാണെങ്കിൽ ഹഫലത്ത്. അത് ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് ശരിക്കും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക, മറന്നു പോയിട്ടുണ്ടെങ്കിൽ. ഇനി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമുക്ക് അറിയിച്ചു തരാനായി മുർസലുകൾ മുഖേന അവൻ ഇറക്കിയ ഗ്രന്ഥങ്ങളാണ് ഇത് കിതാബുകൾ എന്ന് പറയും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ 4 കിതാബുകൾ, അതിൻ്റെ ഭാഷ, ഏതൊക്കെ പ്രവാചകന്മാർക്കാണ് കിട്ടിയതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആക്കിയതിൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമുക്ക് അറിയിച്ചു തരാനായി മുർസലുകൾ മുഖേന അവൻ ഇറക്കിയ ഗ്രന്ഥങ്ങളാണെന്ത്? കിതാബുകൾ എന്ന് പറയുന്നത്. എല്ലാ കാലക്കാർക്കും ദേശക്കാർക്കും ഇറക്കപ്പെട്ട കിതാബ് ഏതാണ്? അത് വിശുദ്ധ ഖുർആനാണ്. എല്ലാ കാലക്കാർക്കും ദേശക്കാർക്കും ഇറക്കപ്പെട്ട കിതാബ് ഏതാണ്? വിശുദ്ധ ഖുർആനാണ്. അതിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ്. ഏതിൻ്റെ സംരക്ഷണം? വിശുദ്ധ ഖുർആനിൻ്റെ. അപ്പം വിശുദ്ധ ഖുർആനിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ്. അത് അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി പോരുന്നതാണ്. ഗ്രന്ഥരൂപത്തിലും ഹാഫിദുകളുടെ രൂപത്തിലൊക്കെ നമ്മളിന്ന് ഖുർആൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ്. ഏതിൻ്റെ എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിൻ്റെ. തൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുത്ത പുരുഷന്മാരായ ആളുകളാണ് മുർസലുകൾ. അപ്പം തൻ്റെ മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനായി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു തിരഞ്ഞെടുത്ത പുരുഷന്മാരായിട്ടുള്ള ആളുകളാണ് മുർസലുകൾ എന്ന് പറയുന്നത്. പാപസുരക്ഷിതരാണ് ആര്? മുർസലുകൾ. അപ്പോൾ പാപം ചെയ്യാത്തവരാണ് മുർസലുകൾ. കാരണം അവർ പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരാര് പിൻപറ്റില്ല? ജനങ്ങൾ പിൻപറ്റില്ല. ജനങ്ങളെ നല്ല മാർഗത്തിലേക്ക് നയിക്കേണ്ടവരാണ് അമ്പിയാക്കൾ, അല്ലേ? അപ്പം ജനങ്ങൾ അവർ പാപം ചെയ്യാത്തവരായിട്ട് കാണണം. അപ്പോൾ അതുകൊണ്ട് പാപസുരക്ഷിതരാണ് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? മുർസലുകളാണ് പാപസുരക്ഷിതർ. അവർ പാപം ചെയ്യാത്തവരാണ്. മുർസലുകൾക്ക് ഉള്ളതും നബിമാർക്ക് ഇല്ലാത്തതുമായ സിഫത്ത് ഏതാണ്? തബ്ലീഗ് എന്ന് പറയുന്ന സിഫത്താണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? കഴിഞ്ഞ അക്കീദയുടെ ക്ലാസ്സിൽ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. മുർസലുകൾക്ക് ഉള്ളതും നബിമാർക്ക് ഇല്ലാത്തതുമായിട്ടുള്ള സിഫത്താണ് തബ്ലീഗ് അഥവാ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മുർസലുകൾക്ക് ഉണ്ട്, പക്ഷേ നബിമാർക്ക് എന്തില്ല? ഈ തബ്ലീഗ് എന്ന് പറയുന്ന സിഫത്തില്ല. നബിമാർക്ക് എന്ത് ചെയ്താൽ മതി? അവർക്ക് വഹി നൽകപ്പെടുന്ന കാര്യങ്ങളനുസരിച്ച് ജീവിച്ചാൽ മതി. പക്ഷേ വഹി ലഭിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കൽ നിർബന്ധമായിട്ടുള്ളവരാരാണ്? മുർസലുകളാണ്. അപ്പോൾ മുർസലും നബിയും തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ പറഞ്ഞത്. മുർസലുകൾക്ക് ഉള്ളതും നബിമാർക്ക് ഇല്ലാത്തതുമായിട്ടുള്ള സിഫത്താണ് തബ്ലീഗ് എന്ന് പറയുന്നത്. ഇനി ആകെ മുർസലുകൾ എത്രയാണ്? 313 ആകെ മുർസലുകൾ എത്രയാണ്? 313 മുർസലുകളാണ് ആകെയുള്ളത്. ഖുർആനിൽ പറയപ്പെട്ട മുർസലുകളുടെ എണ്ണം എത്രയാണ്? 25. ഖുർആനിൽ പറയപ്പെട്ട മുർസലുകളുടെ എണ്ണം എത്രയാണ്? 25. അതെല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ആകെ മുർസലുകൾ എത്രയാണ്? 313. 1,24,000 അംബിയ മുർസലുകളിൽ നിന്ന് മുർസലുകൾ എന്ന് പറയാവുന്ന വിഭാഗത്തിൻ്റെ എണ്ണം എത്രയാണ്? 313. ഖുർആനിൽ പറയപ്പെട്ട മുർസലുകളുടെ എണ്ണം 25. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴിതെറ്റിപ്പോയവരെയും ക്ഷണിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? ദഅവത്ത് എന്നാണ്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, ദഅവത്ത് ചെയ്യുക, ദഅവത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ ദഅവത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴിതെറ്റിപ്പോയവരെയും, മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ തന്നെ വഴിതെറ്റിപ്പോയ ആളുകളുണ്ടാവും, അല്ലേ? പിന്നെ എന്താ പറയുക, തിന്മകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ദഅവത്തുണ്ട്. അപ്പം അവിശ്വാസികളെയും വഴിതെറ്റിപ്പോയവരെയൊക്കെ ക്ഷണിക്കലാണെന്ത്? ദഅവത്ത് എന്ന് പറയുന്നത്. 950 വർഷം ദഅവത്ത് നടത്തിയ പ്രവാചകൻ ആരാണ്? നൂഹ് അലൈഹിസ്സലാമാണ്. 950 വർഷം ദഅവത്ത് നടത്തിയ പ്രവാചകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. ഏത് പ്രവാചകൻ്റെ സമുദായത്തെയാണ് അള്ളാഹു തൂഫാൻ കൊണ്ട് നശിപ്പിച്ചത്? അല്ലെ, ഒരു വലിയ വെള്ളപ്പൊക്കം വന്നിട്ട് ഒരു പ്രവാചകൻ്റെ സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് പ്രവാചകൻ്റെ സമുദായത്തെയാണ് അള്ളാഹു തൂഫാൻ കൊണ്ട് നശിപ്പിച്ചതെന്ന് ചോദിച്ചാൽ നൂഹ് നബി അലൈഹിസ്സലാമിനെയാണ്. 950 വർഷം പ്രബോധനം നടത്തിയിട്ടും അദ്ദേഹത്തെ പരിഹസിക്കുകയും കളിയാക്കുകയും അവിശ്വസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവിശ്വാസികളായിട്ടുള്ള അനുയായികളെ അള്ളാഹു തൂഫാൻ കൊണ്ട് നശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ അനുയായികളെയാണ് അള്ളാഹു തൂഫാൻ കൊണ്ട് നശിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രവാചകരുടെ അനന്തരാവകാശികളാരാണ്?
പണ്ഡിതരാണ് പ്രവാചകന്മാരുടെ അനന്തരാവകാശികൾ എന്ന് പറയുന്നത് പണ്ഡിതന്മാരാണ്. ഈ ദുനിയാവും അതിലെ സർവ്വ വസ്തുക്കളും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം എന്താണ്? നാം കാരണം ഒരാൾക്ക് സന്മാർഗം ലഭിക്കലാണ്. അപ്പോൾ ഈ ദുനിയാവിലുള്ള ഒരുപാട് കാര്യങ്ങൾ നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല വീട്, നല്ല വാഹനം, അല്ലേ, പലതും കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു ഇതൊക്കെ നമുക്ക്, അല്ലേ, സാധിപ്പിച്ചു തെരുമാറാവട്ടെ. അപ്പോൾ ഈ ദുനിയാവും അതിലെ സർവ്വ വസ്തുക്കളും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ത്? നാം കാരണം ഒരാൾക്ക് സന്മാർഗം ലഭിക്കൽ, അല്ലേ. അപ്പോൾ നമ്മൾ കാരണമൊക്കെ അള്ളാഹു പല ആളുകൾക്കും സന്മാർഗം നൽകുമാറാവട്ടെ. ഇനി ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണം എന്താണ്? സുന്നത്താണ്, അല്ലേ. സുന്നത്ത് അല്ലെങ്കിൽ ഹദീസ്, അല്ലേ. അപ്പോൾ സുന്നത്താണ് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണം. ഒന്നാമത്തെ അടിസ്ഥാന പ്രമാണം ഏതാണ്? അത് വിശുദ്ധ ഖുർആനാണ്. ഒന്നാമത്തെ പ്രമാണം വിശുദ്ധ ഖുർആനാണ്. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ അടിസ്ഥാന പ്രമാണമാണ് സുന്നത്ത് അല്ലെങ്കിൽ ഹദീസ് എന്ന് പറയുന്നത്. സുന്നത്തിൻ്റെ ഭാഷാർത്ഥം എന്താണ് ഈ സുന്നത്ത് എന്ന് പറയുന്നതിൻ്റെ ഭാഷാർത്ഥം? അത് ചര്യ, മാർഗം, നടപടിക്രമം എന്നൊക്കെയാണ്. എന്താണ്? ചര്യ, മാർഗം, നടപടിക്രമം എന്നൊക്കെയാണ് സുന്നത്ത് എന്ന് പറയുന്നതിൻ്റെ ഭാഷാർത്ഥം. ഇപ്പോൾ നമ്മൾ പഠിക്കാറുണ്ടല്ലേ, അത് ചെയ്യൽ സുന്നത്താണ്, ഇത് ചെയ്യൽ സുന്നത്താണ്, നബി തങ്ങളുടെ സുന്നത്ത് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഈ സുന്നത്ത് എന്നാൽ ഭാഷാർത്ഥം എന്താണ്? ചര്യ, അല്ലെ, നബി ചര്യ, നബി തങ്ങളുടെ മാർഗം, നബി തങ്ങളുടെ നടപടിക്രമം എന്നൊക്കെയാണ് സുന്നത്ത് എന്നതിൻ്റെ ഭാഷാർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുണ്ട്. അപ്പോൾ നബി തങ്ങളുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ കാര്യം ഉൾപ്പെടുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ വരുന്നുണ്ട്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. അപ്പം നബി തങ്ങളുടെ വാക്ക്, പ്രവർത്തനങ്ങൾ, മൗനാനുവാദം, അല്ലേ, മൗനത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ച കാര്യങ്ങൾ, അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്? വാക്കുകൾ, പ്രവർത്തനങ്ങൾ, മൗനാനുവാദങ്ങൾ, അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, ഇതൊക്കെ എന്തിൽ വരുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. ഇനി വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പല കാര്യങ്ങളും വിശദീകരിച്ചത് എന്താണ്? സുന്നത്താണ്, അല്ലേ. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിസ്കരിക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിസ്കാരം എങ്ങനെയാണ്, അത്തഹിയ്യാത്ത് എങ്ങനെയാണ്, അല്ലേ, ഓരോന്നും എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നത് എന്താണ്? സുന്നത്താണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പല കാര്യങ്ങളും വിശദീകരിച്ചത് എന്താണ്? നബി തങ്ങളുടെ സുന്നത്താണ്. ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽപ്പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കലാണ് എന്ത്? ബിദ്അത്ത് എന്ന് പറയുന്നത്, ബിദ്അത്തുൽ ളലാല എന്ന് പറയുന്നത്. അപ്പം എന്താണ്? ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽപ്പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കലാണ് എന്ത്? ബിദ്അത്തുൽ ളലാല. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് ഖുർആനിലില്ല, സുന്നത്തിലില്ല, നബിചര്യയിലില്ല, ഹദീസുകളിലില്ല, അതിലൊന്നും ഇല്ലാതെ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരുമാണ്. അതിലൊന്നും ഇല്ല, അതോടൊപ്പം തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായിട്ടുള്ളതുമായ ദീനിൽപ്പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കലാണ് ബിദ്അത്ത് ളലാല എന്ന് പറയുന്നത്. ആ ബിദ്അത്തിൻ്റെ പേര് പഠിച്ചു നോക്കുക, ബിദ്അത്ത് ളലാല. കാരണം മറ്റൊരു ബിദ്അത്ത് കൂടെ നമുക്ക് പറയാനുണ്ട്. ഇനി അത് തള്ളപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏത് തള്ളണമെന്നാണ് നബി തങ്ങൾ പറഞ്ഞത്? ബിദ്അത്ത് ളലാലയാണ്. അതായത് പിന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ട് ദീനിൽപ്പെടാത്ത, അല്ലേ, ദീനിൽപ്പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കുമ്പോൾ അത് ബിദ്അത്ത് ളലാലയാണ്. അങ്ങനെ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായിട്ടുണ്ടാക്കുന്ന പുത്തൻ കാര്യങ്ങളെ, പുത്തൻ ആശയങ്ങളെ തള്ളണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കുക, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത ഒരു നല്ല കാര്യം ഉണ്ടാകലാണ് ബിദ്അത്ത് ഹസന. ഇപ്പോൾ നമുക്കറിയാം, ഖുർആനിലോ ഹദീസിലോ മദ്രസ സ്ഥാപിക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് ദീൻ പഠിക്കാൻ മദ്രസകൾ ആവശ്യമാണ്, അല്ലേ. എന്നാൽ ആ മദ്രസകൾ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരാണോ? ഒരിക്കലുമല്ല. അപ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത ഒരു നല്ല കാര്യം ഉണ്ടാക്കി അതിനെന്താ പറയുക? ബിദ്അത്ത് ഹസന എന്നാണ് പറയുക. എന്താണ് ആ ബിദ്അത്തിൻ്റെ പേര്? ഹസന. ഹസന എന്ന് പറഞ്ഞാൽ നല്ലത്. അപ്പോൾ നല്ല കാര്യം ഉണ്ടാക്കിയാൽ ബിദ്അത്ത് ഹസന. പ്രമാണങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യമാണെങ്കിൽ ബിദ്അത്ത് ളലാല. അപ്പോൾ സ്വീകരിക്കാവുന്ന ബിദ്അത്ത് ഏതാണ്? ബിദ്അത്തു ഹസനയാണ്. തള്ളണം എന്ന് നബി തങ്ങൾ പറഞ്ഞ ബിദ്അത്തു ളലാല. എന്നാൽ സ്വീകരിക്കാവുന്ന ബിദ്അത്ത് ഏതാണ്? ബിദ്അത്ത് ഹസന. ഇനി ബിദ്അത്ത് ഹസനയുടെ രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. നമ്മളുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞ രണ്ട് ഉദാഹരണം. ഒന്നെന്താണ്? വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത്, അല്ലേ. വിശുദ്ധ ഖുർആനിനെ മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത് എന്താണ്? ബിദ്അത്ത് ഹസനയുടെ ഉദാഹരണമാണ്. തറാവീഹ് 20 റക്അത്ത് ഒരു ഇമാമിൻ്റെ കീഴിൽ ജമാഅത്തായിട്ട് സംഘടിപ്പിച്ചതും എന്തിൻ്റെ ഉദാഹരണമാണ്? ബിദ്അത്ത് ഹസനയുടെ ഉദാഹരണമാണ്. അപ്പോൾ ബിദ്അത്ത് ഹസനയുടെ രണ്ട് ഉദാഹരണം: ഒന്ന്, വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത്; രണ്ട്, തറാവീഹ് 20 റക്അത്ത് ഒരു ഇമാമിൻ്റെ കീഴിൽ ജമാഅത്തായിട്ട് സംഘടിപ്പിച്ചതൊക്കെ. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ലാത്തതും ഖുലഫാ റാഷിദുകളുടെ കാലത്ത് പിന്നീട് നടന്നതുമാണ്, അല്ലേ. ഖുർആൻ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഈ തറാവീഹ് 20 റക്അത്ത് ഒരു ഇമാമിൻ്റെ കീഴിൽ ജമാഅത്തായിട്ട് സംഘടിപ്പിച്ചത്
ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇതൊക്കെ നബിതങ്ങൾക്ക് ശേഷം ഉണ്ടായതാണ്, പക്ഷെ അതൊക്കെ ബിദ്അത്തുൻ ഹസനയാണ്. ഇനി നബിയുടെ ചര്യയും സ്വഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റിയവരാണ് ആര്? അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് അറിയപ്പെടുന്നത്. അപ്പം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം നമ്മളൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ ആളുകളാണ്, നമ്മളൊക്കെ സുന്നികളാണ്. അപ്പം നബിയുടെ ചര്യയും സ്വഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റിയവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകം എന്താണ്? ബർസഖ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഒരാളുടെ മരണം മുതൽ പുനർജന്മം വരെയുള്ള കാലഘട്ടത്തെയാണ് എന്ത് പറയുക? ബർസഖ് എന്ന് പറയാം. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ബർസഖിയായ ജീവിതം ഖൈറിലും റാഹത്തിലുമാക്കട്ടെ എന്ന ഉസ്താദുമാർ ദുആ ചെയ്യുന്നത്. ആ സാന്ദർഭികമായിട്ട് ദുആ ചെയ്യാണ് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകളുടെയും ഖബറിടം, അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു ഖൈറിലും റാഹത്തിലൊക്കെ ആക്കി കൊടുക്കട്ടെ. അപ്പം മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഖ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെ അന്ത്യനാളിൻ്റെ അടയാളമാണ്. കാരണം അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെ എന്താണ്? അന്ത്യനാളിൻ്റെ അടയാളമാണ്. ഒരുപാട് അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം എന്ന് പറയുന്നത് തന്നെ എന്താണ്? അന്ത്യനാളിൻ്റെ അടയാളമാണ്. അതെങ്ങനെയാണ് ആവുന്നത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണ്. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അപ്പം ഖിയാമത്ത് നാളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ സൂചന. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെ അന്ത്യനാളിൻ്റെ അടയാളമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണ്. ഈ ലോകം നശിക്കുന്നത് എപ്പോഴാണ്? നമുക്കറിയാം ഈ ലോകം ഒരിക്കൽ നശിക്കും അല്ലേ? ലോകാവസാനം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. എപ്പോഴാണ് ഈ ലോകം നശിക്കുന്നത്? ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാമതായിട്ട് സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് ഈ ലോകം നശിക്കുന്നത്. അപ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാമതായിട്ട് സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് ഈ ലോകം നശിക്കുന്നത്. പുനർജന്മം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമതായി സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് പുനർജന്മം ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? ഒന്നാമതായിട്ട് സൂറിൽ ഊതുമ്പം എന്ത് ചെയ്യും? ഈ ലോകം അവസാനിക്കും. രണ്ടാമതായിട്ട് സൂറിൽ ഊതുമ്പോൾ എന്ത് ചെയ്യും? പുനർജന്മം അല്ലേ? പുനർജന്മം ഉണ്ടാകും. അൽ ബഅസ് എന്ന് പറയുന്നത് എന്തിനാണ്? പുനർജന്മത്തിനാണ്. അൽ ബഅസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുനർജന്മം. പുനർജന്മത്തിനാണ് അൽ ബഅസു എന്ന് പറയുക. ആദം അലൈഹിസ്സലാം മുതലുള്ള സകല മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിശാലമായ മൈതാനമാണ് എന്ത്? മഹ്ശർ. ആദം അലൈഹിസ്സലാം മുതൽ ആദിമ മനുഷ്യനായ ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള അവസാന മനുഷ്യൻ വരെയുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന വിശാലമായ മൈതാനത്തെയാണ് മഹ്ശർ എന്ന് പറയുന്നത്. പൊതുവെ നമ്മൾ മഹ്ശറ എന്ന് പറയാറുണ്ട്. മഹ്ശർ എന്ന് പറയുന്നത് ആ മൈതാനത്തിനാണ്. ഇനി നോക്കുക, നബി തങ്ങൾ ഞാൻ തന്നെ അതിന് അർഹൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയും ഞാൻ തന്നെ അതിന് അർഹൻ എന്ന്. എപ്പോഴാണിത് പറയുക? മഹ്ശറിൽ ജനങ്ങൾ ശുപാർശയ്ക്ക് വേണ്ടി സമീപിക്കുമ്പോൾ. അപ്പോൾ മഹ്ശറയിൽ പുനർജന്മം അല്ലെങ്കിൽ പുനർജീവിതം നൽകപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ചാൺ മുകളിലുള്ള സൂര്യന് താഴെ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് മനുഷ്യരിങ്ങനെ ആഗ്രഹിച്ചു പോകും, നരകമായാലും വേണ്ടില്ല എൻ്റെ വിചാരണ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ, ഈ മഹ്ശറിൽ ഇങ്ങനെ നിൽക്കാൻ വയ്യ റബ്ബേ, വിചാരണ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വേളയിലൊക്കെ നമുക്ക് അർശിൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ എന്തായാലും ഈ ഈ ഒരു ചാൺ മുകളിൽ സൂര്യൻ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയിൽ മഹ്ശറിൽ നിൽക്കുമ്പോൾ വിചാരണ തുടങ്ങാൻ വേണ്ടി ആളുകൾ ആദം നബി അലൈഹി സ്വലാം, നൂഹ് നബി അലൈഹി സ്വലാം, ഇങ്ങനെ പ്രധാനപ്പെട്ട പ്രവാചകന്മാരെല്ലാം സമീപിക്കും. അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുമ്പോൾ നബി തങ്ങൾ പറയും ഞാൻ തന്നെ അതിന് അർഹനെന്ന്. അപ്പം വിചാരണ ആരംഭിക്കാൻ വേണ്ടി മഹ്ശറിൽ ജനങ്ങൾ ശുപാർശക്ക് സമീപിക്കുമ്പോഴാണ് നബി തങ്ങൾ പറയുക ഞാൻ തന്നെ അതിന് അർഹനെന്ന്. അവിടെ ശ്രദ്ധിക്കേണ്ടത് വിചാരണ ആരംഭിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്? നബി തങ്ങളോട് ഈ ശുപാർശ നടത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഇനി അശ്ശഫാഅത്തുൽ ഉലമ ചെയ്യാൻ അർഹതയുള്ളത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അപ്പോൾ ഈ ഷഫാഅത്തിനാണ് ഷഫാഅത്തുൽ ഉലമ എന്ന് പറയുന്നത്. അതായത് മഹ്ശറിൽ ജനങ്ങൾ നിൽക്കുന്ന സമയത്ത് വിചാരണ ആരംഭിക്കാൻ വേണ്ടി നബി തങ്ങൾ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. അവിടെ സുജൂദിൽ വീഴും. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യും. അള്ളാഹു തആല ഉയർത്താൻ റസക എന്ന് നബി തങ്ങളെ വിളിച്ച് അഭിസംബോധന ചെയ്യും. അങ്ങനെ നബി തങ്ങൾ വിചാരണ ആരംഭിക്കാൻ ശുപാർശ ചെയ്യും. അങ്ങനെ അള്ളാഹു വിചാരണ ആരംഭിക്കും. അള്ളാഹു നമ്മുടെയൊക്കെ വിചാരണ എളുപ്പമാക്കി തരട്ടെ. അതുപോലെ തന്നെ വലത് കയ്യിൽ കിതാബ് ലഭിക്കുന്നവരിലൊക്കെ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ എന്തായാലും ഈ ശുപാർശക്കാണ് അശ്ശഫാഅത്തുൽ ഉലമ എന്ന് പറയുക. ഈ അശ്ശഫാഅത്തുൽ ഉലമ ചെയ്യാൻ അർഹതയുള്ളത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്.
നരകശിക്ഷ അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് ശുപാർശ ചെയ്യുന്ന ആരൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മറ്റു നബിമാർ, സ്വാലിഹീങ്ങൾ. അപ്പം 2 ഷഫാഅത്തുണ്ട്. ഷഫാഅത്തുൽ ഉദ്മ വിചാരണ ആരംഭിക്കാൻ വേണ്ടിയുള്ള ശുപാർശയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഇനി നരകശിക്ഷ അനുഭവിക്കുന്ന വിശ്വാസികളുടെ മുഅ്മിനീനായിട്ടുള്ള ആളുകൾ അവർ ചെയ്ത തെറ്റുകൾക്ക് നരകശിക്ഷ അനുഭവിക്കും. അങ്ങനെ നരകശിക്ഷ അനുഭവിക്കുന്ന മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകളെ ആ നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശുപാർശയാണ് രണ്ടാമത്തെ ശുപാർശ. ആ ശുപാർശ ചെയ്യാൻ ആർക്ക് കഴിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയും, മറ്റ് നബിമാർക്ക് കഴിയും, അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ നരകശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് നരകമോചനം ലഭിക്കാൻ വേണ്ടി ശുപാർശ ചെയ്യാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. മഹ്ശറിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലിന് പറയുന്ന പേരെന്താണ്? ഹൗലുൽ കൗസർ എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹ്ശറിൽ എല്ലാ പ്രവാചകന്മാർക്കും ഓരോ ഹൗൽ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗലിന് പറയുന്ന പേരാണ് ഹൗലുൽ കൗസർ എന്നത്. എല്ലാവർക്കും അറിയാലോ അല്ലേ, ഹൗലുൽ കൗസർ. ഈ നരകത്തിൻ്റെ മുകളിലായിട്ടുള്ള പാലം ഏതാണ്? സിറാത്ത് പാലമാണ് നരകത്തിൻ്റെ മുകളിലുള്ള പാലം. പരലോകത്ത് സജ്ജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനം ഏതാണ്? അത് സ്വർഗമാണ്. പരലോകത്ത് സജ്ജനങ്ങൾക്കായി അള്ളാഹു ഒരുക്കി വെച്ച ഭവനം അത് സ്വർഗമാണ്. രോഗം, വാർദ്ധക്യം, മരണം മുതലായവ ഉണ്ടാവുകയില്ല. ആർക്ക്? സ്വർഗവാസികൾക്ക്. അപ്പോൾ രോഗം ഉണ്ടാവില്ല, വാർദ്ധക്യം ഉണ്ടാവില്ല, മരണം ഇതൊന്നും ഉണ്ടാവില്ല. ആർക്ക്? സ്വർഗവാസികൾക്കാണ് ഇതൊന്നും ഇല്ലാതിരിക്കുക. അവരിൽപ്പെട്ട ഒരു സ്ത്രീ ഭൂമിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ആകാശഭൂമികൾക്കിടയിലുള്ളത് മുഴുവൻ പ്രകാശപൂരിതമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഹൂറുൽ ഈങ്ങളെ കുറിച്ചാണ്. എന്താണ്? അവരിൽപ്പെട്ട ഒരു സ്ത്രീ ഭൂമിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ആകാശഭൂമികൾക്കിടയിലുള്ളത് മുഴുവൻ പ്രകാശപൂരിതമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെക്കുറിച്ചാണ്? സ്വർഗത്തിലുള്ള ഹൂറുൽ ഈങ്ങളെ കുറിച്ചാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വിശ്വാസികൾ അള്ളാഹുവിനെ കാണും. എപ്പോഴാണ്? സ്വർഗത്തിൽ പ്രവേശിച്ച ശേഷമാണ്. അപ്പോൾ നമ്മളെല്ലാം ഇതുവരെ അള്ളാഹുവിനെ കണ്ടിട്ടില്ല, കാണാത്ത അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പോയിന്റ്. കാരണം യുഅ്മിനൂന ബിൽ ഗൈബ് അല്ലേ, അദൃശ്യമായിട്ടുള്ള കാര്യത്തെ വിശ്വസിച്ചിട്ട് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ഒരു മുഅ്മിൻ്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കാണാത്ത അള്ളാഹുവിനെ ആരാധിക്കുക. കാരണം അതാണ് വിശ്വാസം. കാണുന്ന ഒരാൾ ആരാധിക്കുന്നത് വിശ്വാസം എന്നാണ് നമ്മൾ പറയുക. കാരണം അത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ കാണാത്ത അള്ളാഹുവിനെ വിശ്വസിച്ചിട്ട് വേണം നമ്മൾ സ്വർഗത്തിൽ വെച്ചിട്ട് അള്ളാഹുവിനെ കാണാൻ. ആ അള്ളാഹുവിൻ്റെ ലിഖാ കിട്ടുന്ന, അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന വിശ്വാസികളിലൊക്കെ അള്ളാഹു നമ്മളേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ എന്തായാലും വിശ്വാസികൾ അള്ളാഹുവിനെ കണ്ടുമുട്ടും. എപ്പോഴാണത്? സ്വർഗത്തിൽ പ്രവേശിച്ച ശേഷമാണ് കണ്ടുമുട്ടുക. വിശ്വാസികളുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? അത് അള്ളാഹുവിനെ കാണുന്നതാണ്. നമുക്ക് സ്വർഗം കിട്ടുമ്പോഴൊന്നുമല്ല സന്തോഷം ഉണ്ടാകും, അതിനേക്കാൾ സന്തോഷം എപ്പോഴാണ്? അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴാണ്. അപ്പം നമ്മൾ നേരത്തെ നോമ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ അല്ലേ, നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് 2 സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം, 2 അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം എന്നല്ലേ. അപ്പോൾ അതാ പറഞ്ഞത്, സ്വർഗവാസികൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുക അള്ളാഹുവിനെ കാണുന്നതാണ്. ഈ സ്വർഗീയ അനുഭൂതികളെല്ലാം മറക്കുന്നത് എപ്പോഴാണ്? അള്ളാഹുവിനെ കാണുമ്പോഴാണ്. സ്വർഗത്തിൽ ഒരുപാട് സുഖസൗകര്യങ്ങളുണ്ടാവും, മതിമറക്കാനാവും സുഖസൗകര്യങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം നമ്മൾ മറന്നുപോകുക എപ്പോഴാണ്? അള്ളാഹുവിനെ കാണുമ്പോഴാണ്. ദുർജനങ്ങൾക്ക് അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചത് എന്താണ്? അത് നരകമാണ്. ദുർജനങ്ങൾക്ക് അള്ളാഹു പരലോകത്ത് ഒരുക്കി വെച്ചത് നരകമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. നരകത്തിൽ 2 പാദങ്ങളുടെയും ഉള്ളനടിയിൽ തീക്കനലുകൾ വെക്കപ്പെടുമെന്നും അത് കാരണം തലച്ചോർ തിളച്ചു മറിയുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അപ്പോൾ ഒരാളെക്കുറിച്ച് പറഞ്ഞതാണ്. നരകത്തിൽ 2 പാദങ്ങളുടെയും ഉള്ളനടിയിൽ, 2 പാദങ്ങൾക്കും അടിയിൽ തീക്കനലുകൾ വെക്കപ്പെടുകയും അത് കാരണം തലച്ചോറ്, ആ കാലിൻ്റെ അടിയിലുള്ള തീക്കനൽ കാരണം തലച്ചോറ് വരെ എന്ത് ചെയ്യും? തിളച്ചു മറിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ അത് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? നരകത്തിൽ ഏറ്റവും നേരിയ ശിക്ഷ ലഭിക്കുന്ന ആളെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നരകത്തിൽ ഏറ്റവും നേരിയ ശിക്ഷ ലഭിക്കുന്ന ആൾക്ക് തന്നെ അയാളുടെ കാലിനടിയിൽ തീക്കനലുണ്ടാവും, അത് കാരണം അയാളുടെ തലച്ചോറ് തിളച്ചു മറിയുമെന്നാണ്. അത് ഏറ്റവും നേരിയ ശിക്ഷ അനുഭവിക്കുന്ന ആളെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. തന്നേക്കാൾ കഠിന ശിക്ഷ അനുഭവിക്കുന്ന ഒരാളും നരകത്തിൽ ഇല്ലെന്ന് വിചാരിക്കുമാർ ഏറ്റവും നിസ്സാര ശിക്ഷ അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും നിസ്സാരമായ ശിക്ഷ എന്താണ്? കാലിനടിയിൽ തീക്കനൽ വെക്കപ്പെടുകയും അത് കാരണം തലച്ചോറ് തിളച്ചു മറിയുകയും ചെയ്യലാണ്. ആ ശിക്ഷ, ഏറ്റവും നിസ്സാരമായ ശിക്ഷ ലഭിക്കുന്ന ആൾ തന്നെ വിചാരിക്കുന്നത് എന്താണ്? ഏറ്റവും കഠിനമായ ശിക്ഷ, ഇതാണ് ഏറ്റവും വലിയ ശിക്ഷ എന്ന് വിചാരിക്കും അയാൾ. അപ്പോൾ അതിനേക്കാൾ ഭയാനകമായ ശിക്ഷയാണ് ദുർജനങ്ങളെ നരകത്തിൽ കാത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം പാപങ്ങൾ പുറത്തു തരികയും നമ്മളെല്ലാവരെയും സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണെങ്കിൽ ദുആയിൽ ഉൾപ്പെടുത്തുക. തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.